ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ ഒരു അറേയിലോട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നതാണ്. മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു ഒരു അറേയുടെ വാല്യൂ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്, അറേ എലമെന്റ്സിന്റെ വാല്യൂസ് എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. അതായത് പ്രോഗ്രാമിൽ തന്നെ അറേ എലമെന്റ്സിന്റെ വാല്യൂസ് എന്താണെന്ന് ഇൻക്ലൂഡ് ചെയ്യും. അത് യൂസറിന്റെ നിന്ന് വാങ്ങിക്കുന്ന ഡാറ്റയല്ല, പ്രോഗ്രാമർ തന്നെ പ്രോഗ്രാം എഴുതുമ്പോൾ അറേയുടെ എലമെന്റ്സിന്റെ വാല്യൂസും കൂടെ എൻ്റർ ചെയ്യും. അതിനെയാണ് ഇനിഷ്യലൈസേഷൻ എന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ, ഒരു സി പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ യൂസർ ഡാറ്റ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യും. ആ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ, യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ എങ്ങനെയാണ് അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതായത് യൂസർ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്, ആ റീഡ് ചെയ്യുന്ന ഡാറ്റയെ ഒരു അറേയിലോട്ട് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതിനെ പറ്റിയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനെയാണ് റീഡിങ് ആൻ അറേ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാനൊരു അറേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഈ 4 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സി പ്രോഗ്രാമിന്റെ മെയിൻ സ്റ്റെപ്സ് ആണ്. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിവിടെ എ എന്ന പേരുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ഇൻറ്റീജർ അറേ ആണ്. അതിന്റെ സൈസ് 3 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി ഞാൻ ഇതിന്റെ വാല്യൂസ് ഒന്നും ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല. ഇനി ഇതിൽ 3 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ആ 3 ഇൻറ്റീജർ വാല്യൂസ് നമ്മൾ യൂസറിന്റെ അടുത്താണ് ചോദിക്കുന്നത്. യൂസർ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ആ വാല്യൂസ് ഈ അറേ എ എന്ന പേരുള്ള അറേയിലോട്ട് സ്റ്റോർ ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യപ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ആദ്യം ഔട്ട്പുട്ട് സ്ക്രീനിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും, എൻ്റർ 3 വാല്യൂസ് ഓഫ് അറേ എന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് യൂസർ കീബോർഡ് വഴി ഈ 3 ഇൻറ്റീജർ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കും. അതിനെ ഈ എ എന്ന് പറഞ്ഞ അറേയിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യും. അതിനുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ ഈ ഡിസ്പ്ലേ ചെയ്യാനുള്ള സംഭവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു. ഒരു അറേയിലുള്ള എലമെന്റ്സിനെ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇപ്പം കാണുന്നത് ഈ എൻ്റർ ചെയ്യുന്ന വാല്യൂസ്, ഈ 45, 77, 12 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസർ എൻ്റർ ചെയ്ത ആ വാല്യൂ എങ്ങനെയാണ് ഒരു അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ആദ്യം എ എന്നൊരു അറേ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ സൈസ് 3 ആണ്. അതായത് അപ് ടു 3 വാല്യൂസ് നമുക്ക് ഈ അറേയിൽ സ്റ്റോർ ചെയ്യാം. നമ്മൾ ഇവിടെ 3 വാല്യൂസും യൂസറിന്റെ അടുത്ത് ചോദിച്ച് ആ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ആ വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം എൻ്റർ 3 വാല്യൂസ് ഓഫ് അറേ എന്ന സംഭവം എന്ന ഈ സെന്റൻസ് ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പ്രിന്റ് എന്ന സ്റ്റേറ്റ്മെന്റ് സാധാരണ യൂസ് ചെയ്യുന്നു. പ്രിന്റ് എന്ന സ്റ്റേറ്റ്മെന്റ് എഴുതി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് ഡബിൾ കോട്സിന്റെ അകത്ത് എൻ്റർ 3 വാല്യൂസ് ഓഫ് അറേ എന്ന സംഭവം നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ ഒരു സെന്റൻസ് ആയിരിക്കും ഔട്ട്പുട്ട് സ്ക്രീനിൽ വരുന്നത്. എന്നിട്ട് അത് അടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്കാൻഎഫ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്കാൻഎഫ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ആക്ച്വലി കമ്പൈലർ വെയിറ്റ് ചെയ്യണം. യൂസറിന്റെ ഒരു ഇൻപുട്ടിന് വേണ്ടി കർസർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ്. അതായത് സ്കാൻഎഫ്. ഈ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാലോ, ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്കാൻഎഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂസിനെ ഈ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് ഈ അറേ എന്നുള്ളത് സാധാ വേരിയബിൾ ആണെന്ന് കരുതുക. ആ വേരിയബിൾ ആയിരുന്നുവെങ്കിൽ ഒരു വേരിയബിളിൽ ഒരു വാല്യൂ ആയിരിക്കാം നമുക്ക് സ്റ്റോർ ചെയ്യാൻ, ഒരു വാല്യൂ ആണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. ആ ഒരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാം. ഈ സ്കാൻഎഫ് എന്ന് കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോട്സിന്റെ അകത്ത് %d എന്ന് മെൻഷൻ ചെയ്യുക, കോമ കൊടുത്തിട്ട് ആൻഡിന്റെ സിമ്പിൾ എഴുതി ആ വേരിയബിളിന്റെ പേരങ്ങ് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന വാല്യൂ, അതായത് ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും, അതിനെ എ എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്കാൻഎഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇത് ഒരു വേരിയബിളിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു വേരിയബിളിന്റെ ഡാറ്റ യൂസർ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ വേരിയബിളിലോട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യും എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ %d ഉപയോഗിച്ച റീസൺ എന്താന്ന് വെച്ചാൽ ഇൻറ്റീജർ വാല്യൂവിനെയാണ് ഈ d എന്ന സംഭവം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻറ്റീജർ വാല്യൂ ആണ് കീബോർഡിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ ഇൻറ്റീജർ വാല്യൂവിനെ എ എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണിത്. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ അറേ എലമെന്റ്സിലോട്ടും വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക.
ഇവിടെ നമുക്ക് 3 എലമെന്റ്സ് ആണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ എൻ്റെ 3 വാല്യൂസ് ഓഫ് അറേ എന്നാണ് യൂസറിനോട് ചോദിക്കുന്നത്. അപ്പം യൂസർ 3 ഇന്റീജർ വാല്യൂസ് ആയിരിക്കും ടൈപ്പ് ചെയ്യുന്നത്. ആ 3 ഇന്റീജർ വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യാനാണ് ഞാൻ ഇവിടെ 3% d ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സ്കാനഫ് എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്നിട്ട് ഡബിൾ കോഡ്സിന്റെ അകത്താണ് ഞാൻ ഈ 3%d എന്ന് കൊടുത്തത്. ഈ %d റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്റീജറിനെയാണ്. 3 ഇന്റീജേഴ്സിനെ കീബോർഡിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യണം. 3 ഇന്റീജർ വാല്യൂസ് കീബോർഡിൽ ഇൻപുട്ട് ചെയ്യുന്ന അക്സെപ്റ്റ് ചെയ്യണം എന്ന് കാണിക്കാനാണ് ഈ 3%d കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂസ് നമുക്ക് ഈ അറേയിലുള്ള 3 എലമെന്റ്സിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പൊ ആ അറേ എലമെന്റ്സ് ആണ് അത് കഴിഞ്ഞ് ഈ ഡബിൾ കോഡ്സ് ഇട്ടിട്ട് കോമ ഇട്ടിട്ട് പിന്നെ മെൻഷൻ ചെയ്യുന്നത് ഈ അറേ എലമെന്റ്സ് ആണ്. നമ്മളുടെ വേരിയബിൾ മെൻഷൻ ചെയ്ത പോലെ ഇവിടെ അറേ എലമെന്റ്സ് ആണ് മെൻഷൻ ചെയ്യേണ്ടത്. ഇവിടെ 3 വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ 3 വാല്യൂസും ഓരോ അറേ എലമെന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് ഈ ഓർഡറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ അറേ എലമെന്റ് റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകാം. ആൻഡിന്റെ സിമ്പിൾ ഇട്ടിട്ട് അറേ നെയിം എഴുതുക, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ അകത്ത് ഇൻഡെക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യുക. ആ എലമെന്റ് ഏത് എലമെന്റിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത് അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് ഇൻഡെക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്തത്. ഞാൻ ഇവിടെ ആദ്യം എൻ്റർ ചെയ്യുന്ന വാല്യൂ, യൂസർ ആദ്യം എൻ്റർ ചെയ്യുന്ന ഇന്റീജർ വാല്യൂ 0 എന്ന ഇൻഡെക്സ് നമ്പറുള്ള എലമെന്റിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. രണ്ടാമത് ഇൻപുട്ട് ചെയ്യുന്ന ഇന്റീജർ വാല്യൂ ഇൻഡെക്സ് നമ്പർ 1ൽ വരുന്ന അറേ എലമെന്റിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. മൂന്നാമത് എൻ്റർ ചെയ്യുന്നത് ഇൻഡെക്സ് നമ്പർ 2 എന്ന അറേ എലമെന്റിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഈ സ്കാനഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ് അറേ എലമെന്റ്സിനെ നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന അറേ എലമെന്റ്സിനെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസിനെ ആ ഓരോ പർട്ടിക്കുലർ അറേ എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്ന അതേ ഓർഡറിൽ തന്നെയായിരിക്കും അതിൽ സ്റ്റോർ ആവുന്നത്. ഈ സ്റ്റോർ ചെയ്ത് ഇപ്പം അറേ എലമെന്റ്സ് 3 അറേ എലമെന്റ്സിലോട്ടും സ്റ്റോർ ആവുന്നത്. അതായത് ഇൻഡെക്സ് നമ്പർ 0, 1, 2 എന്നീ അറേ എലമെന്റ്സിലോട്ട് നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന വാല്യൂസ് സ്റ്റോർ ആവുന്നു. എന്നിട്ട് അതിനെ പ്രിന്റ് ചെയ്യാൻ, ജസ്റ്റ് സാമ്പിൾ ആയിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കൺസെപ്റ്റ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടു. എനിക്ക് ഈ ഒരു ഫോർമാറ്റിലാണ് അതിൽ സ്റ്റോർ ചെയ്ത വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. എ എന്ന അറേയിൽ സ്റ്റോർ ചെയ്ത 3 വാല്യൂസ് ഈ ഒരു ഫോർമാറ്റിലാണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ്, പ്രിന്റ് എഫ് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഡബിൾ കോഡ്സിന്റെ അകത്ത് വാല്യൂസ് ആർ എന്ന് പറഞ്ഞ് വാല്യൂസ് ആർ എന്നിട്ട് %d എന്ന് എഴുതിയിട്ടുണ്ട്. ഈ %d വരുന്ന ആ ടേമിന്റെ സ്ഥാനത്ത് അറേ എലമെന്റ്സിന്റെ ആക്ച്വൽ വാല്യൂ എനിക്ക് കിട്ടണം, അതായത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഇവിടെ 45ഉം 77ഉം 12ഉം ആണ് ഡിസ്പ്ലേ ചെയ്തത്. അപ്പം ഈ 45ഉം 77ഉം 12ന് പകരം ഞാൻ ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ %d എന്നാണ് മെൻഷൻ ചെയ്തത്. ഈ %dയുടെ സ്ഥാനത്ത് ആ പർട്ടിക്കുലർ അറേ എലമെന്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കോമ ഇട്ട് മെൻഷൻ ചെയ്യാം. ഈ ഡബിൾ കോഡ്സ് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് ഓരോ അറേ എലമെന്റ്സ് ഇതേ ഓർഡറിൽ ഇങ്ങനെയാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതേ ഓർഡറിൽ തന്നെ അറേ എലമെന്റ്സും ഞാനിവിടെ മെൻഷൻ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഈ %d 2%d ഇടയിൽ ഒരു \t എന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഈ \t എന്ന് പറഞ്ഞാൽ അത് 2 ലെറ്റേഴ്സ് ആണെങ്കിലും സിംഗിൾ ക്യാരക്ടർ ആയിട്ടാണ് കമ്പൈലർ കൺസിഡർ ചെയ്യുന്നത്. ഈ \t എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ടാബിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ \t. അതായത് ഒരു ഹൊറിസോണ്ടലി കുറച്ച് സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഈ 2 പോർഷന്റെ ഇടയിലും കുറച്ച് ഹൊറിസോണ്ടൽ ആയിട്ട് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ \t എന്ന സംഭവം ആഡ് ചെയ്യുന്നത്. നമ്മൾ ഈ \t കൊടുത്തതുകൊണ്ടാണ് ഈ 45നും 77നും ഇടയ്ക്ക് ഇത്രയും ഗ്യാപ്പ് വരുന്നത്. ടെക്നിക്കലി ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 8 സ്പേസ് ലെങ്ത് ആണ്. ആ 8 സ്പേസിന്റെ ലെങ്ത്, ആ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ \t എന്ന സംഭവം ഞാനിവിടെ ആഡ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ വാല്യൂസ് ആണെന്ന് പറഞ്ഞാൽ %d എന്ന് കൊടുക്കുക. %d എന്ന് പറയുന്ന ആ ടേമിന്റെ ആ ഭാഗത്ത് അറേ എലമെന്റ്സ് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനൊക്കെ. അപ്പൊ ഇത് ഡിസ്പ്ലേ ചെയ്യാനുള്ളത് നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ഡാറ്റയെ റീഡ് ചെയ്യാനും അത് ഓരോ അറേ എലമെന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനും നമ്മൾ ഉപയോഗിച്ച സ്റ്റേറ്റ്മെന്റ് സ്കാനഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ പണ്ട് വേരിയബിൾസിന്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ച അതേ കൺസെപ്റ്റ് തന്നെയാണ് ഈ അറേ എലമെന്റ്സിൽ യൂസ് ചെയ്തത്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അറേയുടെ പേരും ബ്രാക്കറ്റിന്റെ അകത്ത്, സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് ഇൻഡെക്സ് നമ്പറും റെപ്രസെന്റ് ചെയ്യും. ആ പർട്ടിക്കുലർ ഇൻഡെക്സ് നമ്പറിൽ വരുന്ന എലമെന്റിലോട്ടായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂസ് സ്റ്റോർ ആവുന്നത്. ഇതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് ഇന്റീജർ അറേയിൽ യൂസ് ചെയ്യാം, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലോ ഡബിൾ ഡാറ്റ ടൈപ്പിലോ ഉള്ള അറേയിൽ യൂസ് ചെയ്യാം. ക്യാരക്ടർ അറേയിലും ഇതേ കൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്യാം. ക്യാരക്ടർ അറേയിൽ ഓരോ അറേ ആയിട്ട് നമുക്ക് ഇങ്ങനെ
എൻ്റർ ചെയ്ത് കൊടുക്കാനൊക്കും. ആ സമയത്ത് %d %c ആയിരിക്കണം നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. %c എന്ന് കൊടുക്കുക, എന്നിട്ട് ഓരോ അറേ എലമെന്റ് ഏതാണെന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യുക. ക്യാരക്ടർ അറേയിലുള്ള വാല്യൂസ് നമുക്ക് ഇങ്ങനെ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു മെത്തേഡിന് വലിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. സപ്പോസ് ഇതിപ്പം സൈസ് 3 ഉള്ള ഒരു അറേയിൽ 3 വാല്യൂസ് മാത്രം നമ്മൾ ഇൻപുട്ട് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രോഗ്രാം എഴുതാൻ നോക്കും. സപ്പോസ് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞ ഒരു 50ഓ 100ഓ ഒക്കെയാണ്. അതായത് കീബോർഡ് വഴി 50ഓ 100ഓ വാല്യൂസ് നമ്മൾ എൻട്രി ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 100 വാല്യൂസ് എൻട്രി ചെയ്യുന്നുവെങ്കിൽ %3 100 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ 100 എലമെന്റ്സ് ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് നമ്മൾ ഈ ലൈനിൽ എഴുതേണ്ടി വരും. അത് പോസിബിൾ അല്ല. അത്ര 100 ടേംസ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്യാം. 2 തവണ ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ %d 100 ടൈംസ് കൊടുക്കേണ്ടി വരും, ആ എലമെന്റ്സും 100 ടൈംസ് കൊടുക്കേണ്ടി വരും. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഇൻപുട്ട് ചെയ്യാനായിട്ട് വേറൊരു മെത്തേഡ് യൂസ് ചെയ്യാം. കീബോർഡിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂ റീഡ് ചെയ്ത് അറേ എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് വേറെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അത് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ കാണുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ കുറച്ച് വാല്യൂസ് മാത്രം കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്നു, അതിനെ അറേ എലമെന്റിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു രീതി നമുക്ക് യൂസ് ചെയ്യാം. 1, 2, 3 വാല്യൂസ് ഒക്കെയാണ് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് അറേയിലൂടെ സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്യാം. അതായത് നമ്മൾ വേരിയബിളിൽ യൂസ് ചെയ്ത അതേ ലോജിക്ക് തന്നെ അറേ എലമെന്റ്സിലും വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇതാണ് റീഡിങ് ആൻഡ് അറേയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ബാക്കി ഉള്ള മെത്തേഡ്സ് അറേയിൽ നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് അറേയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഇനിയും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിനെ പറ്റി ഇനിയുള്ള വീഡിയോസിൽ ഇനി വരുന്ന അടുത്ത വീഡിയോ മുതൽ നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു.